നാഗവല്ലി, നിനക്കെന്താ അസോസിയേഷൻ പ്രോഗ്രാമിൽ കാര്യം? ഉനക്കെന്നെ വേണം, സൊല്ലു നീ. ഓ, ഇത് കൊള്ളാം. പക്ഷേ ഇനി ഞാൻ വരുമ്പോഴേക്കും ഈ തുണിയൊക്കെ മടക്കി വെച്ചില്ലെങ്കിൽ ഉന്നെക്കൊന്ന് ഓങ്കാരം നടന്നു പാടും. പിന്നല്ലാണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ ഏതോ ഒരു പിച്ചക്കാരന്റെ പ്രച്ഛന്നവേഷം ചെയ്ത് ഒരു സോപ്പ് പെട്ടി കിട്ടിയെന്ന് പറഞ്ഞു. ഇന്നിപ്പോ ഈ തിരക്കഥാകൃത്തിന്റെ റോൾ എടുത്ത് തലയിൽ വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? എടി, അങ്ങനെ ഏതോ ഒരു പിച്ചക്കാരനല്ല. എലിപ്പനി വന്ന് പുണ്ണും പുഴുക്കഴിയും പിടിച്ച് കണ്ണുപോലും കാണാത്ത ഒരു പിച്ചക്കാരൻ. ആ മേത്ത് പപ്പട കുടിച്ചിട്ടുള്ള സെറ്റപ്പ് അല്ലേ? ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എന്താ പുതിയ ഐറ്റം എന്ന് പറ. എടി, ഞങ്ങളുടെ 90s കിഡ്സ് ബാഡ്മിന്റൺ അസോസിയേഷന്റെ 1ാം വാർഷികം അതിഗംഭീരമായി കൊണ്ടാടാനാണ് ഞങ്ങളുടെ തീരുമാനം. അല്ലേ തന്നെ ഇവിടെ അസോസിയേഷൻ നടന്നിട്ട് നടക്കാൻ വയ്യ. ഈ 8അംഗ സംഘം ഒരു അസോസിയേഷൻ ആയോ? പിന്നെ അത് പറഞ്ഞപ്പോഴാ ഈ 90s കിഡ്സില് നിങ്ങളും പെടുവോ? ധന്യേ, വെറും ഒരു 3-4 മാസത്തിന്റെ വ്യത്യാസത്തിൽ അതിന്റെ ചേട്ടൻ 90s ഔട്ടായത്. ഇങ്ങനെ ചവിട്ടി കുത്താതടി. പിന്നെ ഏർലി 90s വേണേ പെടാലോ. എന്നാലും പുതിയ സ്ക്രിപ്റ്റ് പറ കേക്കട്ടെ. ഇനി എന്താണ് നിന്നോട് പറയുന്നില്ല, ഞാൻ എന്റെ 90s കിഡ്സിനോട് പറഞ്ഞു. ഓ, അപ്പോളേ സാധനം സെറ്റായിട്ടുണ്ട്. ഇത്തവണത്തെ വാർഷികാഘോഷം നമ്മൾ പൊളിക്കും. കാണികളെ പുളകം കൊള്ളിക്കുന്ന ഒരു ഐറ്റം പണിപ്പുരയിലാണ്. ഇന്നിപ്പോ ഫ്രൈഡേ ആയതുകൊണ്ട് പിള്ളേരൊക്കെ ട്യൂഷന് പോയേക്കുക. നിങ്ങൾ എല്ലാരും വന്നാ നമുക്കൊരു സീരിയസ് ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ തന്നെ അങ്ങ് നടത്താം. ഓവർ. ജോസേട്ടാ നല്ല പോസിറ്റീവായി പഠിക്കണ്ടില്ല. ഞാൻ ഒരു 10 മിനിറ്റാണ് എത്തിട്ടാ. ഇത്തവണ ഒരു പൊളി പൊളിക്കുന്നു. അവളുടെ പപ്പട പൊട്ടിച്ചൊരു പിച്ചക്കാരൻ ശരിയാക്കി തരാൻ അഹങ്കാരി. അപ്പൊ ജോസേട്ടാ, എങ്ങനെ കാര്യങ്ങള്? ആലോചിച്ചല്ലേ വട്ടായിരിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഫാഷൻ വിത്ത് ഫ്യൂഷൻ ഷോ, അതാണ് എന്റെ ഒരു പ്ലാൻ. കുട്ടികളും വലിയവരും മാറി വരുന്ന ഒരു ഫാഷൻ ഷോ. പക്ഷേ ഹൈലൈറ്റ് ഇതൊന്നുമല്ല. നമ്മുടെ ശങ്കരൻ തമ്പിയും രാമനാഥനും നാഗവല്ലിയൊക്കെ ചേർന്ന ഒരു ദൃശ്യാവിഷ്കാരം. ശങ്കരൻ തമ്പി റിട്ടേൺസ്. എന്ന് വെച്ചാ വേറെ ഒന്നുമില്ല. നമ്മുടെ ഫാസിലിന് പറ്റിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഒന്ന് മാറ്റി എന്റേതായ രീതിയിൽ ഒരു പുതിയ ക്ലൈമാക്സ്, അത്രേ ഉള്ളൂ. അസോസിയേഷൻ പരിപാടിയുടെ ഇടയിലേക്ക് തന്റെ രാമനാഥനെ തേടി വരുന്ന നാഗവല്ലി. ശങ്കരൻ തമ്പി നാഗവല്ലി തമ്പി പണ്ട കോൺഫ്ലിക്ട്സ് ആണല്ലോ. അവര് തമ്മിൽ വീണ്ടും സംസാരമായി, ഒച്ചയായി, ബഹളമായി. ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ശങ്കരൻ തമ്പി അല്ലെ, അത് വേണ്ട, അത് സസ്പെൻസ്. അല്ലെ ശങ്കരൻ തമ്പി ആരാ? അത് ഞാൻ. അല്ലാതെ രാമനാഥനോ? നമ്മുടെ തോമസ്. അത് ഞാനാ. ജോസ് പണി എന്നെ കൊണ്ട് പറ്റ കാര്യം നല്ലത്. നിനക്കത് പറ്റും. എന്റെ രാമനാഥനെ നിന്റെ ചായ. അങ്ങനെ നമുക്കൊരു കൈ നോക്കാന്നേ. നാഗവല്ലിയായിട്ട് എന്റെ ഭാര്യനെ എടുക്കുന്നതാണ് എന്റെ ഒരു ഇത്. ഈ റോളില് അവളെ വല്ലാണ്ട് വേറെ ആരെ കൊണ്ട് പറ്റില്ല. എന്തായാലും സ്ക്രിപ്റ്റ് കൊടുക്കട്ടെ. ജോസിന് കറക്റ്റ് പ്ലാനിങ്, നമുക്കൊരു ടെൻഷൻ ഇല്ല. സ്നേഹം നിറഞ്ഞ കണ്ണുകളെ, കലാസ്നേഹികളെ, 90s കിഡ്സ് ബാഡ്മിന്റൺ അസോസിയേഷന്റെ 1ാം വാർഷിക മാമാങ്കത്തിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ആദ്യമായി കുട്ടികളുടെ വാശിയേറിയ ഫാഷൻ ഷോ, ഫോളോഡ് ബൈ മാർഗം കളി, പിന്നെ സസ്പെൻസ് പഠിക്കാൻ ആഗ്രഹിക്കാത്ത 2 ഐറ്റംസ്, വീണ്ടും ഫോളോഡ് ബൈ മണിച്ചിത്രത്താഴിന്റെ പുതിയ ക്ലൈമാക്സ്, പവർഡ് ബൈ ജോസേട്ടൻ ആൻഡ് ടീംസ്. പറക്കും തളിക, ഇത് മനുഷ്യരെ കറക്കും തളിക. വടികഠാര വെടി പടഹമോടെ ജനമിടി തുടങ്ങി മകനീ. കടുകഠോര കുടു ശകടമാണു ശനി ശരണമാരു ശിവനേ. വിധികെട്ടൊരു വട്ടന് വീറപ്പൊട്ടനൊരിട്ടം വന്നതുപോലെ ഇതാ ഈ നുസുകാരനൊരു ബസ് വാങ്ങിയതൊരസൽ സംഭവമായി. പറക്കും തളിക, ഇത് മനുഷ്യരെ കറക്കും തളിക. വടികഠാര വെടി പടഹമോടെ ജനമിടി തുടങ്ങി മകനീ. കടുകഠോര കുടു ശകടമാണു ശനി ശരണം. പരീക്ഷയെല്ലാം ഭൂമി വേന്തിരെ അഴിയ വണ്ണം കാതരുൾവാൻ കഴിവു പേശുകമാർക്കും അന്തിരി പണ്ടുടൻ പാടി പുണവ പവിഴമൂത്തു
നല്ല ചിരിയുള്ള പെണ്ണേ രാത്തിങ്കൾ തോൽക്കും പെണ്ണാളെ നാട്ടാരും വീട്ടാരും ഒന്നായി നിന്നെ കാണുമ്പോൾ മരമോട് കല്ലുകൾ കനകം വെള്ളി അലവിയലും വഴി ചെമ്പുമിരുമ്പും മറ്റും പല വീണ്ടും മണികൾ ഇന്നേ മണിമയോടരിമകളെല്ലാം ചെയ്യും പണ്ട് മഹാധ്യായം തുടക്കമയന്ന് ഇത് കേട്ടും മുഴങ്ങിടും പാട്ട് കൊടും സന്തോഷം പിറന്ന നാൾവാഴ്ത്ത് സ്നേഹം വന്നാൽ മധുരത്തേന് തീരായി പൂവും വന്ദിച്ചാറ് കോപം കൊണ്ടാൽ വേറാരും വേണ്ടി മാതം ആർക്കു പൊന്തട്ടെ ആഘോഷം പ്രകമ്പനം ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ മോനെ ശ്രദ്ധിക്കുന്നുണ്ടണ്ണ ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം മോശം പറയുന്നത് ജോസേട്ടാ ഇതുവരെയുള്ള നമ്മുടെ പരിപാടിയൊക്കെ നല്ല അടിപൊളിയുണ്ട്. ഇനി ക്ലൈമാക്സിൽ ശങ്കരൻ നമ്പി എന്താക്കും എന്തോ. ഏയ് അക്കാര്യത്തിൽ എനിക്ക് ഒരു ടെൻഷനും ഇല്ല. ക്ലൈമാക്സിൽ കാണികളുടെ കൈയടി മുറുകുമ്പോ നീ ആ കാർട്ടണിട്ടൊന്ന് സഹായിച്ചാൽ മാത്രം മതി. ഇനി സംസാരിച്ചെടുക്കാൻ സമയമില്ല, ഞാൻ തട്ടിക്കയറട്ടെ. ஒரு முறை வந்து பார்த்தாயா തജം തജം തകജം അങ്കനമാ മൗലി മണി തിങ്കളാസേ ചാരുശീലേ നാഗവല്ലി മനോന്മണി രാമനാഥൻ തേടും ബാലേ മാണിക്യവാസകർ മൊഴിക ദേവി. யாரது யாரது ഞാൻ താൻ ശങ്കരൻ തമ്പി. ஐயோ உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப അങ്ങനെ പറയുന്നു. உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ஓங்கார நடந்து விடுவேன். എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ നാഗവല്ലിക്ക്? ഇല്ല അല്ലേ? ഈ രാമനാഥനെ തന്നാ തീരുന്നതാണ് നിന്റെ പ്രശ്നമെങ്കിൽ ഈ വയസ്സുകാലത്ത് ഞാൻ അതിനും തയ്യാറാണ്. എത്ര നാളെന്ന് വെച്ചാ നമ്മളിങ്ങനെ ശത്രുക്കളെ പോലെ. എന്താടാ രാമനാഥ പഴം പിഴുങ്ങിയ പോലെ നോക്കി നിൽക്കുന്നത്? പിടിച്ചോണ്ട് പോടാ നിന്റെ നാഗവല്ലിയെ. അങ്ങനെ അവർ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ, ഒന്നിക്കുകയാണ്. കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ കരളിലെ മോഹം തളിരണിയാന
യവനിക ഉയരുന്നിവിടെ വിടർന്നൊരു ജീവിത നാടകരംഗം. ജനനം തൊട്ടു തുടങ്ങും നാടകമടിമുടി നാട്യക്കാർ നാം. ഉയർന്നു ഉണർന്നു ഉയർന്നു ഉണർന്നു തുടങ്ങി നരനടനം. മനമുരളീ ഗാനം മതിലലിയും രാഗം. യവനിക ഉയരുന്നിവിടെ വിടർന്നൊരു ജീവിത നാടകരംഗം. ജനനം തൊട്ടു തുടങ്ങും നാടകമടിമുടി